അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. നമുക്കിതിന് വേണ്ടത് ഒരു വലിയ പീസ് ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ഒരു 10-15 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ ഉള്ളി കേട്ടോ, ഒരു 6-7 ചെറിയ ഉള്ളി എടുത്തോളൂ. പിന്നെ ഒരു ചെറിയ പീസ് തേങ്ങാക്കൊത്ത് എടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുക കേട്ടോ. അപ്പം അത്രയും വേണം, ഒരു കൈപ്പിടി. പിന്നെ സവോള ഒരെണ്ണം അരിഞ്ഞ് നീളത്തിൽ വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടിയുണ്ട്, മീറ്റ് മസാല കേട്ടോ എടുത്തിരിക്കുന്നത്. മീറ്റ് മസാലയും മഞ്ഞൾപ്പൊടിയും, പിന്നെ ഇത് പെരിഞ്ചീരകവും ജീരകവും കുരുമുളകും കൂടി പൊടിച്ചെടുക്കാനുള്ള ഞാൻ വേറെ കാണിച്ചു തരാം. പിന്നെ ചിക്കൻ ഇതിൻ്റെ അകത്ത് ഞാൻ എടുത്തിരിക്കുന്ന 1/2 കിലോ ചിക്കനാണ് കേട്ടോ. ബോൺലെസ് പീസാണ്. ബോൺലെസ് ബ്രസ്റ്റ് വാങ്ങിച്ചിട്ട് ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ വേണ്ടത് ഉപ്പ്, കറിവേപ്പില, പിന്നെ എണ്ണ വെളിച്ചെണ്ണ ആയാൽ അത്രയും നല്ലത്. വെളിച്ചെണ്ണയുടെ വില കൂടുതൽ കാരണം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളിയും കൂടി ഒന്ന് ചതച്ച് കൊണ്ടുവരണം. പേസ്റ്റൊന്നും ആവണ്ട കേട്ടോ. ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചിക്കൻ 1/2 കിലോ ചിക്കനുള്ളത് എടുത്ത് അതിൻ്റെ അകത്ത് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഈ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, പേസ്റ്റല്ല ചതച്ച് വെച്ചിരിക്കുന്നത്, അത് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. ഈസിയാണ് കേട്ടോ റെസിപ്പി, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ഡ്രൈ ആയിട്ട് കഴിക്കണം. ചിലവർ ബീഫ് ഒലത്തൊക്കെ കഴിക്കത്തില്ലേ, ബീഫ് ഒലത്തിൽ നമ്മുടെ മെയിനായിട്ട് പീസസ് ഒന്നും വരില്ലല്ലോ, മീൻസ് എല്ലൊന്നും കടിക്കാൻ കിട്ടില്ല, നല്ല പീസസ് അല്ല. അതേപോലെ തന്നെ ഈ ചിക്കൻ ഒലത്തും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഒരു 1/2 ടീസ്പൂണ് 3/4 ടീസ്പൂണോളം നമ്മുടെ സാദാ മുളക് പൊടി കേട്ടോ, എരിവുള്ള മുളക് പൊടി. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ മീറ്റ് മസാല ഇട്ടിട്ടുണ്ട്. ഒരു ടീസ്പൂൺ നിറച്ച് കുമിച്ചിട്ടുള്ളൂ കേട്ടോ, കുഴപ്പമില്ല. മീറ്റ് മസാലയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ്, ചിക്കൻ മസാല ഇടല്ലേ. അപ്പോൾ ഒരു ബീഫ് ഒലത്തിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട്, പിന്നെ ഇതിൻ്റെ അകത്ത് ഇടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങാക്കൊത്താണ് കേട്ടോ. തേങ്ങാക്കൊത്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ പുരട്ടി വെക്കുമ്പോൾ ഉണ്ടല്ലോ, ആ കോഴിയുടെ സത്തും എല്ലാം ഇതിൻ്റെ അകത്ത് പിടിക്കും. എന്നിട്ട് പിന്നെ ആ തേങ്ങാക്കൊത്ത് അതിൻ്റെ അകത്ത് കിടന്ന് വെന്ത് അതിൻ്റെ അകത്ത് മുരിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ, ആ തേങ്ങാക്കൊത്ത് കടിക്കാൻ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ അകത്ത് വേണ്ടത് കറിവേപ്പില ഇതുപോലെ ഞാൻ കൈകൊണ്ട് പിച്ചിയിടുക ചെയ്യുന്നത് സാധാരണ. എന്നിട്ട് അതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ പറ്റുവാണെങ്കിൽ ഒന്ന് മാറ്റി വയ്ക്കുക. പിന്നെ വേണ്ടത് ഒരു 3 ടീസ്പൂൺ ഫുൾ മല്ലി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു ടീസ്പൂൺ കുരുമുളക് വേണമെങ്കിൽ കൂട്ടാട്ടോ കുറച്ചുകൂടി. ഞാൻ 1 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചു കൊണ്ടുവരിക. ഒരുപാട് ഫൈൻ പേസ്റ്റ് ആവരുത് കേട്ടോ. പിന്നെ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം അടുപ്പത്തോട്ട് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ, വെളിച്ചെണ്ണയാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ വെളിച്ചെണ്ണ അല്ല കേട്ടോ യൂസ് ചെയ്തിരിക്കുന്ന, സാധാ എണ്ണ. എന്നിട്ട് നല്ല ടേസ്റ്റായിരുന്നു. എണ്ണ ചൂടായതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് ആ എണ്ണ എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഒരു 10-15 മിനിറ്റിനകത്ത് ഇത് ബോൺലെസ് ചിക്കൻ ആയാലും പെട്ടെന്ന് വേവും കേട്ടോ.
അധികം സമയമൊന്നും വേണ്ട ചിക്കന് വേവാനായിട്ട്. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇത് തുറന്ന് നോക്കുമ്പോൾ കണ്ടോ, ഇതിൻ്റെ അകത്ത് നിറച്ച് വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങും. ആ വെള്ളത്തിലിരുന്നാണ് കേട്ടോ ഇത് വേവുന്നത്, അല്ലാതെ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഒട്ടും വെള്ളമില്ല. നമ്മൾ ആ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടികൾ ജാറിൽ നമ്മൾ ഹോളായിട്ടുള്ള മല്ലി, പെരിഞ്ജീരകം, പിന്നെ കുരുമുളക് എല്ലാം കൂടി ഇട്ട് പൊടിച്ചില്ലേ, ആ പൊടി അങ്ങ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യം ഇട്ട് കൊടുത്തപ്പോൾ ഇതിൽ കുറച്ചിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തത്. പക്ഷേ മൊത്തം ഇട്ട് കൊടുത്തുള്ളൂ. ഞാൻ പിന്നെ അത് മൊത്തം ഇട്ടായിരുന്നു. പിന്നെ ഞാനിട്ട് ഒരു ഹീപ്ഡ് ടീസ്പൂൺ നമ്മുടെ മീറ്റ് മസാല, പിന്നെ ഇട്ട് കൊടുത്തത് വിനീഗർ ഞാനൊരു 2 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് 1 ടീസ്പൂണേ കാണാനുള്ളൂ. അപ്പോൾ അത് 2 ടീസ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, ഈ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യമേ ഇട്ട് കൊടുക്കരുത്. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ വെള്ളത്തിൽ കിടന്ന് വെന്തങ്ങ് വല്ലാണ്ട് കുഴഞ്ഞു പോവും. ഇതങ്ങനെ കുഴയില്ല. ഇത് നല്ല മുരിഞ്ഞ അതിനകത്ത് കിടന്ന് മുരിഞ്ഞ് കിട്ടും. അതാണ് ലാസ്റ്റ് ഇടുന്നത്. എന്നിട്ട് കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ ബീഫ് ഒലത്തൊക്കെ കഴിക്കുന്നവർക്ക് ഇതും ഭയങ്കര ഇഷ്ടമാവും. ചോറിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ. എനിക്ക് എരിവ് കുറച്ചുകൂടി വേണം തോന്നിയിട്ട് ഞാൻ 1 ടീസ്പൂൺ നിറച്ച് സാദാ മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് ഇച്ചിരി എരിവ് കൂടിയോ എന്ന് സംശയമുണ്ട്. പക്ഷെ എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇത്ര എരിവ് വേണം. ഇനി എരിവ് വേണ്ടാന്നുള്ളവർക്ക് ഇത് കുറയ്ക്കാം കേട്ടോ. അളവ് 1/2 ടീസ്പൂൺ വെള്ളം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ വഴറ്റി അവനെ നല്ല കുറച്ചുകൂടി എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ വഴറ്റിയെടുത്തു. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചാനൽ. അപ്പോൾ ഇതുപോലത്തെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങൾ ഞാൻ ഇനിയും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇത് കുറച്ച് നേരം കൂടി കിടന്ന് മൊരിഞ്ഞാലേ ആ ഉള്ളിയൊക്കെ ഒന്ന് സെറ്റാവുള്ളൂ. അപ്പോൾ അതൊന്ന് നോക്കുക, കരിഞ്ഞ് പോകരുത്, അടി പിടിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഞാൻ നോൺ സ്റ്റിക്കിലാണ് വെച്ചിരിക്കുന്നത്, അത് കാരണം അടി പിടിക്കില്ല എന്ന് പറഞ്ഞാൽ ചൂട് കൂടി അടി പിടിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഭയങ്കര ടേസ്റ്റിയാണ്. ബൈ, സീ യു.